5 വർഷം മുമ്പ് കോവിഡ് സമയത്താണ് നമ്മൾ മലപ്പുറത്തെ അരീക്കോടുള്ള ഈ ഓഫീസിൽ തുടങ്ങിയതാണ് അബ്ദുസ് ഖുർആൻ അക്കാദമി. ഓൺലൈനായിട്ടാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഇത് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, കോവിഡ് സമയത്ത് പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളൊക്കെ ഹാഫിളുമാരൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അവർ ഈ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പഠനം അപ്പോൾ സ്റ്റക്കായി കിടക്കുകയാണ്, ജോലി സ്റ്റക്കായി കിടക്കുകയാണ്. പലപ്പോഴും പലരൊക്കെ, ഞാനുൾപ്പെടെയുള്ള പലരും സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നൊരു ഒരു രൂപത്തിലായി. സീരീസൊക്കെ ഒരുപാട് കാണുന്നൊരു സമയം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഗതി തുടങ്ങിയാലോ എന്ന് ആലോചിച്ച്. അങ്ങനെ നമ്മൾ തുടക്കത്തിലുള്ള നമ്മളെ ഗ്രൂപ്പിലുണ്ടായിരുന്ന 8 പേര് സഹോദരങ്ങളും സുഹൃത്തുക്കളൊക്കെ അബ്ദൂസ് എന്ന പേരിലാണ് ഞങ്ങളൊക്കെ പേര് തുടങ്ങുന്നത്. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുൽ വഹാബ്, അബ്ദുൽ വാരിസ്, അബ്ദുൽ വാസി, അബ്ദുൽ വാജിദ്, അബ്ദുൽ റഫീഖ്, അബ്ദുൽ ബാസിത്ത്, ഇങ്ങനെ 8 പേര്. അപ്പോൾ അങ്ങനെയാണ് അബ്ദുസ് ഖുർആൻ അക്കാദമി എന്ന് പേര് ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ 8 പേര് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് അഡ്മിഷൻസ് ഒക്കെ വന്നു. 500 പേര് തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ് ഈ 5 വർഷം കൊണ്ട് അത്യാവശ്യം ഒരു 1000 കുട്ടികൾ തന്നെ നമ്മുടെ അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ട്. കുറച്ചെങ്കിലും പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. മുഴുവനായി പഠിച്ച് ഹിഫ്ള് പൂർത്തിയാക്കിയവരുണ്ട്. ആശയം പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തജ്വീദ് പഠിക്കുന്നത്, ഹിഫ്ള് പഠിക്കുന്നത്, ചെറിയ കുട്ടികളുടെ ലെറ്റേഴ്സ് പഠിക്കുന്നതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് അൽഹംദുലില്ലാഹ് അബ്ദൂസ് ഇപ്പോൾ 5 വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഈ പെരുന്നാളിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു വാർഷിക പരിപാടിയൊക്കെ നടത്തണമെന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകം പറയുന്നൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചുമരിൽ കാണുന്ന കാലിഗ്രഫി ഉണ്ട്, ഇതാ ഇവിടെയുണ്ട്, ഈ ഭാഗത്തുണ്ട്. കാണുന്ന തവക്കുലും ദുആസും സബറും ഒക്കെ എഴുതിയിട്ടുള്ള, ഇഖ്റ ബിസ്മിക്ക് എഴുതിയിട്ടുള്ള കാലിഗ്രഫി നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഇവിടെയുള്ള ഈ മനോഹരമായ കാലിഗ്രഫി ഒക്കെ ചെയ്തിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് അഷ്ഹം സലീലിൻ്റെ ഭാര്യയായിട്ടുള്ള സ്വാലിഹയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇന്ന് പ്രത്യേകം ഈ വീഡിയോയിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എഴുതിയിട്ടുള്ള ഈ ആയത്ത്, ഇതേതാ നിങ്ങൾക്ക് മനസ്സിലായോ? ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. എന്താ ആയത്തിൻ്റെ അർത്ഥം എന്നറിയോ? അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഖുർആൻ നൽകിയെന്നാണ്. നമ്മൾ തിരഞ്ഞെടുത്തു ഖുർആൻ പ്രചരിപ്പിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും പകർത്തുവാനും ഒക്കെ. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ഖുർആൻ കൊടുത്ത് അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം? 3 ലെവൽ ആളുകളുണ്ട്. ഒന്നാമത്തെ ഫമിൻഹും വാലിമുൽ ലിനഫ്സി, സ്വന്തത്തോട് തന്നെ ഒരുപാട് അക്രമം ചെയ്ത ആളുകൾ. രണ്ടാമത്തത് ഇൻഹും മുഖത്തസ്വദ്, ഒരു മധ്യമ നിലപാടുള്ള ആളുകൾ. അപ്പോൾ ആദ്യത്തെ ആളുകൾ ഒരുപാട് തെറ്റുകൾ അവർക്ക് വന്നു പോയിട്ടുണ്ട്, കുഫ്റല്ലാത്തതൊക്കെ. രണ്ടാമത്തെ ആളുകൾ നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ രൂപത്തിലാണ്. എന്നാൽ അടുത്ത ആളുകൾ സാബിഖൂന ബിൽ ഖൈറാത്ത്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്, ഒരുപാട് സുന്നത്തുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു 1000 കുട്ടികൾ പഠിച്ചൊരു അക്കാദമീൻ്റെ ഡയറക്ടർ സ്ഥാനത്തിരിക്കാൻ ഞാൻ അത്ര അർഹനാണെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഞാനൊക്കെ ഈ വാലിമുൽ നഫ്സായിരിക്കും. ഒരുപാട് തെറ്റുകൾ നമ്മോട് തന്നെ ചെയ്ത ആളുകളാണ്. അപ്പോൾ അടുത്തൊരു തലത്തിലേക്ക്, ഒരു മധ്യമ നിലപാടിലേക്ക് പോകാനും പിന്നീട് ഏറ്റവും നല്ല ഉയർന്ന നിലയിൽ പോകാനൊക്കെയാണ് ഈമാനികമായിട്ടൊക്കെ നമ്മൾ വളരേണ്ടത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന, പണിയെടുക്കുന്ന എല്ലാ ആളുകളും ഇതുപോലെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. ഈ അബ്ദുസ് ഖുർആൻ അക്കാദമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മെ കോൺടാക്റ്റ് ചെയ്യും.